യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കരുണ നിറഞ്ഞ ദൈവമാണ്, കൃപ നിറഞ്ഞ ദൈവമാണ്, ദീർഘക്ഷമയും മഹാധൈര്യമുള്ള ദൈവമാണ്. നാളുകളായി ദൈവസന്നിധിയിൽ നിങ്ങൾ കാത്തിരുന്നിട്ടും നിങ്ങൾ മറുപടി കിട്ടാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിൽ നിന്ന് വിലപിടിപ്പുള്ള ചിലത് പുറത്തു വരാൻ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. വിലപിടിപ്പുള്ളത് ചിലത് പുറത്തു വരണം. വിലപിടിപ്പുള്ളത് നിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്, അതൊന്ന് പുറത്തു വരണം. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന് ആ സ്ത്രീ നിലവിളിച്ചപ്പോൾ യേശു അവളോട് പ്രതികരിച്ചില്ല. തൃപ്തികരമല്ലാത്ത ചില മറുപടികളാണ് യേശുവിൽ നിന്ന് വന്നത്. പ്രിയപ്പെട്ടവരെ, അവൾ മടുത്തു പോകാതെ, ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം തീയിൽ കൂടെ പൊന്ന് പുറത്തു വരുന്നത് പോലെ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ലോകം മുഴുവൻ പ്രസിദ്ധമാകും. ഈ വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞാനത് ലോകത്തോട് വിളിച്ചു പറയും. ഈ വിശ്വാസം എവിടെയൊക്കെ വെളിപ്പെടുന്നുവോ അവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, ഇത് വിലയേറിയത്. യേശു വീട്ടിൽ വന്നു എന്ന വാർത്ത കേട്ട ആളുകൾ തടിച്ചുകൂടിയപ്പോൾ 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. അവരുടെ മുമ്പിൽ കണ്ടത് ചില തടസ്സങ്ങളാണ്. അവർക്ക് ആഗ്രഹമുണ്ട്, വിടുതലിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുമ്പിൽ അവർ കണ്ടത് തടസ്സങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവർ പുറകോട്ട് പോകാൻ തയ്യാറായില്ല. അവർ വിശ്വാസത്തോടെ മുൻപോട്ട് ചുവടുകൾ വെച്ചപ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ കയറാൻ കഴിയുന്നില്ലെന്നറിഞ്ഞിട്ടും പുറകോട്ട് മാറാതെ മേൽക്കൂര പൊളിച്ച് ആ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനെ അവരിറക്കുമ്പോൾ യേശു കണ്ടത് ആ 4 പേരെയോ ആ കിടക്കയിൽ കിടക്കുന്ന മനുഷ്യനെയോ അല്ല. യേശു കണ്ടത് തീയിലൂടെ പൊന്നു പുറത്തു വരുന്നത് പോലെ അഗ്നിശോധനകളുടെ നടുവിലും പിന്മാറാതെ, തടസ്സങ്ങൾ കണ്ട് പിന്മാറാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച ചിലർ ഇറങ്ങി വരുന്നതാണ്. തീയിലൂടെ പൊന്നു പുറത്തു വരുന്നത് പോലെ അവരുടെ വിശ്വാസം വിലപിടിപ്പുള്ളത് പുറത്തു വരുന്നതാണ് യേശു കണ്ടത്. യേശു പറഞ്ഞു, ഇപ്പോൾ വിടുതലാണ്, കിടക്കയെടുത്ത് നടക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാത്തിരിപ്പ് നന്മയ്ക്കാണ്. നിങ്ങളിൽ നിന്ന് വിലയുള്ളത് പുറത്തു വരും. നിങ്ങളുടെ അകത്ത് വിലപിടിപ്പുള്ളത് മറഞ്ഞു കിടക്കുന്നുണ്ട്, അത് പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം കൂടെ കൂടെ കേൾക്കുക. വിശ്വാസം വർദ്ധിക്കട്ടെ. ക്ഷമയോടെ കാത്തിരിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ നിന്റെ കണ്ണുനീരിനെ, നിന്റെ വിശ്വാസത്തെ മറികടന്നു പോകുന്ന ദൈവമല്ല. ക്ഷമയോടെ കാത്തിരിക്കുക. ലജ്ജ കൂടാതെ മുട്ടുക. നിനക്ക് വേണ്ടി അവൻ കതക് തുറക്കുന്ന സമയം വരുന്നുണ്ട്. വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.